പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ? ബാഗിനകത്തുണ്ട്. ടിക്കറ്റോ? അതിലുണ്ട്. അല്ല നീ വരുന്നില്ലയോ? ഞാൻ വന്നാൽ ശരിയാവത്തില്ല. നീ പോയിട്ടോ. എന്നെ സൂക്ഷിച്ചോണ്ടോണേ. രാവിലത്തിനും ഇറങ്ങാം. എണ്ണ അടിക്കാനേ ഞാൻ പൈസ തരാം. അതിൻ്റെ മേടിക്കണ്ട. പോട്ടോ. എടാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. സൂക്ഷിച്ചു പോണാടാ. എടാ ദിനേശൻ, നീ എന്താടാ വന്നിട്ട് വിളിക്കാങ്ങ? എമർജൻസി ആയിരുന്നടാ, അതുകൊണ്ട് ആരും വിളിക്കാനൊന്നും പറ്റിയില്ല. എന്തുകൊണ്ട് പോയ പോലല്ലോടാ, സെറ്റപ്പ് ആയല്ലോ. മാല, ഫോണ് കൊള്ളാം. ഇന്നലെ രാത്രി കാണാം. ഇത്രയൊക്കെ സെറ്റപ്പ് ആയില്ലോടാ. ഇനി ഒരു കല്യാണമൊക്കെ നോക്കണ്ടായോ നമുക്ക്? അതേ പറ. ഓക്കെ. എടാ അമ്മയ്ക്ക് എന്താടാ കണ്ടില്ലല്ലോടാ. ആൾക്കാരുണ്ട്, നീ പോയിട്ട് പിന്നെ വാ. ബന്ധുക്കളാണോടാ? എന്നാ പിന്നെ വരാടാ, വൈകിട്ട് വരാം. വൈകിട്ട് കേട്ടോ. ദിനേശേ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന നമ്മുടെ ദുബായിലെ ഇതാരാടാ? കൂട്ടുകാരനാണോ നിന്റെ ഗൾഫിലുള്ള? ആരാടാ ഇത്? എന്റെ കൂട്ടുകാരനാണ്. എടാ ദിനേശേ, പറഞ്ഞു കൊടുക്കടാ, കൊച്ചുനാളെ തൊട്ടുള്ള കൂട്ടുകാരനാണ്. മനു ഇങ്ങനെ വന്നടാ. എന്തുവാടാ? ഒരു കാര്യം കേട്ടോ. വാ മനുവേ, നീ പോയിട്ട് വൈകിട്ട് വാ. കുപ്പി ഞാൻ വീട്ടിൽ എത്തിച്ചേക്കാം, എനിക്ക് തിരക്കുണ്ട്. വൈകിട്ടാണ്. ശരി. എടോ എന്തുവാടോ ദിനേശ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളോട്ടൊക്കെ സഹകരിക്കും. ചുമ്മാ ഇതുള്ള ആളെ വീട്ടിൽ കയറ്റി വില പോവും. വേറെ ആരും വന്ന് കണ്ടായിരുന്നെങ്കിലോ? സാറേ, നമ്മുടെ അടുത്തുള്ളയാ. ഇടയ്ക്ക് ഇതുപോലെ വീട്ടിലൊക്കെ കയറി വരും. വേറൊന്നുമല്ല, ഇതിനാ ഒഴിവാക്കി അങ്ങ് വിട്ടേത്. അല്ലെങ്കിൽ മള്ളിയാ. ദിനേശേ, താൻ അത് വിട്. കല്യാണക്കാരൊക്കെ എന്തായി? അണ്ണോ, സുഖാണോ? അണ്ണാ നാളെ എപ്പോഴാ പോന്നെ? എന്തുവാടാ? ദിനേശ് അണ്ണന്റെ നിശ്ചയത്തിന് അണ്ണനെ വിളിച്ചില്ലയോ? ഞങ്ങളെ വീട്ടിൽ വന്ന് വിളിച്ചായിരുന്നു. നാളെ അല്ലടാ കുട്ടാ, നീ എന്തിനാ ഇപ്പൊ വന്നേ? അണ്ണാ, ആ സോൾഡറിങ് ഐഡിങ് കൊണ്ടെന്താ അണ്ണാ, നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയൊരു എടുത്തുണ്ടോടാ. എന്താടാ ഷിബു? എടാ നീ ദിനേശിന്റെ നിശ്ചയം അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞായിരുന്നു. എന്നിട്ട് പോയില്ലയോ? അത് വീട്. ഇപ്പൊ എന്താ വിളിച്ചാ പറ നീ? നിശ്ചയം എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാ നോക്കിക്കോളാടാ, അവന്റെ പെണ്ണിന്റെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. നോക്കുമ്പോഴേ ഞെട്ടാനും കൂടെ റെഡി ആയിക്കോ നീ. ഞെട്ടാനോ? നീ എടുത്തൊന്ന് നോക്കിയതൊന്ന്. നല്ല പണിയാ നിന്റെ കൂട്ടുകാരൻ നിനക്ക് തന്നത്. വാടാ, സമയം പോന്ന്. 10 മിനിറ്റ്. എന്തുവാടാ, പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വാ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്നേ. വരുവാ. നിങ്ങളെ ഇച്ചിരി ധൃതി ഉണ്ട്. പോയിട്ട് പിന്നെ കേട്ടോ. ഓക്കെ.
എനിക്ക് ഒരു ജോലിയുടെ വേക്കൻസി വന്നായിരുന്നു ദുബായിലോട്ടാ. അപ്പോൾ തൽക്കാലം ഞാൻ കയറിപ്പം വിചാരിക്കുന്നില്ല. ആ നിനക്കൊക്കെ അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ. എടാ പോടോ കോപ്പ എണ്ണിച്ച്, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ തൽക്കാലം പോകുന്നില്ല, നീ കയറി പോവും. കാരണം നിനക്കല്ലേടാ വീട്ടിൽ കുറേ പ്രാരാബ്ദവും കടമൊക്കെ കിടക്കുന്നത്. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കൂടെ കയറ്റി വിട്ടാൽ മതിയടാ, അത്രേ ഉള്ളൂ. എടാ ഞാനിവിടെ എന്തോ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനാണ്. വേണ്ട, തൽക്കാലം ഇത് നീ പണയം വെച്ച എന്തെങ്കിലും ഒരു തുക കിട്ടും. എന്നിട്ട് കയറി പോയിട്ട് എടുത്തു തന്നാൽ മതി. എടാ ഞാനായാലും നീ ആയാലും രക്ഷപ്പെട്ട് കണ്ടാൽ മതിയടാ. പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ നാളെ തന്നെ പോയി അറ്റൻഡ് ചെയ്യണം കേട്ടോ. എത്ര പൈസ എന്ന് വെച്ചാൽ അതിനുള്ള പണയം വെക്ക്, പണയം വെച്ച് കൊടുക്കുക അവർക്ക്. ഒരു രക്ഷപ്പെടാം. ചേട്ടാ, ചേട്ടന് വേണ്ടി ഞാൻ ഇനി എത്ര നാളും കൂടെ വെയിറ്റ് ചെയ്തിരിക്കണം പറ. അത് ചേട്ടൻ്റെ കൂട്ടുകാരൻ പോയപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചു ചേട്ടനും കൂടെ പോകുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് കല്യാണാലോചന വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഈ കല്യാണം നടക്കുമെന്ന്. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, മിണ്ടായിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ. ഹലോ ദിനേശിന് അമ്മ, ദിനേശ് വിളിക്കുമ്പോളേ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ അമ്മ. അർജൻറ്റാ അമ്മ. വൈകിട്ടായാലും മതി, അവന് ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയണേ, അത്യാവശ്യമായിരുന്നു. അവനെല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ തേരാപ്പാര നടന്നത്. അവ സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ കഞ്ഞിയും പച്ചമുളകും കഴിച്ചു. എനിക്കിപ്പോൾ ഇതെല്ലാം കിട്ടി, ഞാനൊന്ന് അനുഭവിക്കട്ടോ. അതിൻ്റെ ഇടയിലോട്ട് ആരും കയറി വേണ്ട, സമ്മതിക്കില്ല. എനിക്ക് ജോലിയുടെ ഒരു ഓഫർ വന്നായിരുന്നു ഗൾഫിൽ. തൽക്കാലം ഞാൻ പോകുന്നില്ല, അവനെ പറഞ്ഞു വിടാതെ ചോദിച്ചു. അവന്റെ വീട്ടിലല്ലയോ പ്രാരാബ്ദമൊക്കെ ഉള്ളു. എടാ പറയുന്നുണ്ടൊന്നും വിചാരിക്കില്ല. അവനവൻ്റെ കാര്യം നോക്കാൻ പഠിച്ചില്ലെങ്കിലുണ്ടല്ലോ എല്ലാം പോകടാ കൈവിട്ട്. നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മളോട് ആരായാലും കൂടെ വയ്ക്കത്തുള്ളൂ. അത് പെണ്ണായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും. ഞാനതുകൊണ്ട് നിന്നോട് ഉപദേശിക്കുകയല്ല, നിൻ്റെ കാര്യം നോക്കാൻ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് മതിയല്ല.